ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം നമ്മളുടെ കിൻഡർ പ്ലേ ലാൻഡിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ്ര മോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പലതരത്തിലുള്ള കാഴ്ചകളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലാണ് കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മോനും മോളും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന ഒരു റൈഡിൽ കൂടെ വരികയാണ്. പിന്നെ അടുത്തതായിട്ട് അവൻ ഗോ കാറിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനൊരു കുഞ്ഞ് മണിക്കുട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഒറ്റ കയ്യിലൊക്കെ ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് അവൻ നോക്കി ശ്രദ്ധിച്ചിരുന്നിട്ട് അവൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഡം. അപ്പോൾ ഇങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും. നമ്മളുടെ വീട്ടിലാണെങ്കിലും ഒരു കുഞ്ഞു കാറുണ്ട്, അത് വെച്ച് അവർ ഗാർഡനിൽ രണ്ടുപേരും, മോക്കും ഇഷ്ടമാണ് മോനും ഇഷ്ടമാണ്. മോക്ക് കാലെത്താത്തതുകൊണ്ട് നമ്മൾ റിമോട്ട് വെച്ചാണ് അവളെ ഡ്രൈവ് ചെയ്യിപ്പിക്കുക. ആടൻകുട്ടന് ഇങ്ങനെയൊക്കെ ഉള്ള പോകുന്ന സ്ഥലത്ത് കൂടുതലും അവന് എൻ്റർടൈൻ ചെയ്യുന്ന ഇങ്ങനെ കാറൊക്കെ ഓടിച്ചിട്ടാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമ്മൾ ചിപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് കുട്ടികളാണ് ഇപ്പം പ്രസൻ്റ്ലി ഡ്രൈവ് ചെയ്യാനുള്ളത്. അവർ രണ്ടുപേരുടെ കോമ്പറ്റീഷനിലാണ്. ഇങ്ങനെ രണ്ടുപേരും ടൈ ആയിട്ട് നിന്നിങ്ങനെ, പിന്നെ ഇടയ്ക്ക് സ്റ്റക്കാവുക, രണ്ടുപേരോടും ഇടിച്ച്, പിന്നെ ഒരു പമ്പരം പിള്ളേർ പുറത്തുനിന്ന് കറക്കി ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വന്ന് വീണു. അപ്പം ആടൻകുട്ടൻ അത് എടുത്തു കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പിള്ളേരിങ്ങനെ പോകുന്നതാണ്. അപ്പം അവനങ്ങനെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു കാറ് കൊണ്ടുവന്ന് അവൻ അതിൻ്റെ മണ്ടേ കയറ്റുമെന്ന്. പക്ഷെ നല്ല ഇതായിട്ട് നീറ്റായിട്ട് ഡ്രൈവ് ചെയ്ത് അത് ആ കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ ഹായ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു ഡ്രൈവൊക്കെ ആയിരുന്നു ആടൻകുട്ടൻ്റെ. പിന്നെ ഇവന്മാർ രണ്ടുപേരുടെ പിന്നെ മത്സരമായി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുറച്ച് നേരം ഞാനൊരു മസാജ് ചെയറിലിരുന്നു. അതിനും നമ്മൾ ചിപ്പിൻ്റെ അകത്ത് പൈസ ഇടണം. അതിനും ഏകദേശം 2 കോയിനാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. കുറച്ച് നേരം നല്ല മസാജായിരുന്നു കേട്ടോ. ഞാനിരുന്നപ്പോൾ മോക്കിരിക്കണം എന്നാഗ്രഹം. അങ്ങനെ അവളും എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മേളിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റിൽ കൂടെ പോകുന്നതും വെള്ളം ഒഴുകുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അടുത്ത കാർ റൈസാണ്. ആടൻകുട്ടനാണ് കാർ റൈസിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഒരുമാതിരി നമ്മുടെ നാട്ടിലെ ചില അങ്കിൾമാരിങ്ങനെ എത്താത്ത ലോറിയിൽ കയറി കാലൊക്കെ എത്തി ഇങ്ങനെ ചെസ്റ്റിനോട് ചേർത്ത് സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് കാലൊക്കെ എത്തിപ്പിടിച്ച് ഇങ്ങനെ ചവിട്ടുന്ന പോലെ അവൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവന് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് അവന് ഇങ്ങനെ എത്തിപ്പിടിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. സ്റ്റിൽ അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പച്ചനും കൊച്ചുമോളും ഇങ്ങനെ ആടൻകുട്ടൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവനും എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലിങ്ങനെ ആക്സിലേറ്ററിൽ ഇങ്ങനെ ചവിട്ടി വെച്ചേക്കുന്നതെന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവനിങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ള താല്പര്യം കാരണം പുള്ളിക്കാരനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. പിന്നെ അപ്പുറത്ത് ബൈക്കുണ്ട്. അങ്ങനെ നമ്മൾ ബൈക്കിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. എസ്ര മോളെയും ഞാൻ കയറ്റിയിട്ടുണ്ട്. ആരെയും അങ്ങനെ നമ്മൾ ഒറ്റപ്പെടുത്തി വിടാറില്ല. അങ്ങനെ നമ്മൾ പിള്ളേരുടെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അവരുടെ കൂടെ നമ്മൾ മാറിയിരിക്കാറില്ല. അവരുടെ കൂടെ നമ്മൾ കളിക്കാറുണ്ട്. നമ്മൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടോ അധികമായിട്ടല്ല നമ്മൾ പോകാറേയില്ല. അവനിപ്പോൾ 6th പൊസിഷൻ ആയതിൻ്റെ സങ്കടമാണ്. ഇപ്പം നമ്മൾ അടുത്ത ഇതിലേക്ക് കയറി. അപ്പം എസ്ര മോളെയും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെപ്പോഴും ഞങ്ങളുടെ കുട്ടികളെ നമ്മൾ എൻ്റർടൈൻ ചെയ്ത് വെക്കാറുണ്ട്. ഞങ്ങളും അവരുടെ കൂടെ വീട്ടിലാണെങ്കിലും കളിക്കും, നമ്മളിപ്പോൾ പുറത്ത് പോയാലും അവരുടെ കൂടെ കളിക്കും. അപ്പോൾ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളോട് പറയും. അപ്പം ഞങ്ങളും അവരുടെ കൂടെ ഇൻവോൾവ് ചെയ്യുന്ന പോലെ അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ സാധാരണ പേരൻസിൻ്റെ കൂട്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് നമ്മൾ ഒരിടത്ത് മൂലക്കിരുന്ന് ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നമ്മളും അവരുടെ കൂടെ ഫുൾ ടൈം. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു, പക്ഷെ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്റ്റിൽ ഇവരുടെ കൂടെ കളിച്ച് അങ്ങനെ അവർക്ക് നമ്മളെപ്പോഴും കൂടെ ഉണ്ടെന്നൊരു ഫീല് വേണം. കളിക്കാനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണെങ്കിലും എല്ലാത്തിനും. അപ്പം ഞങ്ങളിങ്ങനെ
ആടക്കൂട്ടൻ എന്താ പിങ്ക് ബൈക്കിലൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ അനക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുന്നത് കുറച്ച് കുറവാണെങ്കിലും അവന് എത്തില്ല. എന്നാലും സ്റ്റിൽ അവൻ ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 7th പൊസിഷനിലാണ്. അപ്പം എസ്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കും. പിന്നെ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല ഇതൊന്നും ഡ്രൈവ് ചെയ്യാൻ. പണ്ടൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരിലും പൂനെയിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ മോളിലൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കയറിയൊക്കെ ഓടിക്കണം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും നമുക്കത് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്യുന്നു, മക്കളുടെ കൂടെ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. അതാ അടുത്ത ആടൻകുട്ടൻ ഓടിച്ച കാറാണ്. അപ്പോൾ എസ്ര ബേബിക്ക് അത് ഓടിക്കണമെന്ന് ഇങ്ങനെ നമ്മളെ ചൂണ്ടിക്കാണിക്കുക. എന്ത് വേണമെങ്കിലും നമ്മളോട് ഇങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ കൺവേ ചെയ്യും. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നമുക്കിങ്ങനെ ഒരു മീൻസ് അതിൻ്റെ കറക്റ്റ് ഒരു മോഷൻ നമ്മളുടെ കാറിൽ നമുക്ക് കൂടെ കിട്ടും. കുറച്ച് നേരം അവൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവൾ സ്റ്റിയറിങ്ങിൽ കൈ വെച്ചു. പിന്നെ എന്താണ് പതുക്കെ എൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിച്ചുന്നുണ്ട് എൻ്റെ കൈയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ഇങ്ങനെ തട്ടി, ഈ മമ്മയ്ക്ക് എന്തിനാണ് ഈ കൈ പിടിച്ചിരിക്കുന്നത്, മാറ്റുന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്കും ഇൻട്രസ്റ്റ് ആണ്, പുള്ളിക്കാരിക്കും ഇങ്ങനെ കാർ ഓടിക്കാൻ. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ കുഞ്ഞു കാറുണ്ട് അവർക്ക് ഓടിക്കുന്ന പോലെ, റിമോട്ട് കാർ. അപ്പോൾ അവരത് അങ്ങനെ ഓടിച്ച് നടക്കുമ്പോൾ അവൾക്കും ഒരു കോൺഫിഡൻ്റ് ആണ്, അവൾക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റും, സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ എസ്രയ്ക്കും ഉണ്ട്. അങ്ങനെ നല്ല ഫണ്ണായിട്ട് നമ്മളുടെ കാർ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ കേട്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മിടുക്കിയായിട്ടാണ് അതൊക്കെ ആക്കുന്നത്. പിന്നെ എസ്ര ബേബിക്കാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഒരു കോയിൻ അവിടെ നിന്ന് കളഞ്ഞു കിട്ടി. അപ്പം ആ പൈസയൊക്കെ ഇട്ട് പുള്ളിക്കാരി പല ഗെയിം കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫണ്ണായിട്ടുള്ള ഒരു കാർ ഡ്രൈവിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എസ്ര ബേബിയുടെ ഇത് ചാൻസ് കഴിഞ്ഞു, 8th പ്ലേസിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇത് അടുത്ത എല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ബലൂൺ പോലത്തെ സാധനമാണ്. അപ്പം നമ്മൾ സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ ഞാൻ എസ്ര ബേബിൻ്റെ വീണ്ടും വന്നു. ഇതാ അടുത്ത ആടൻകുട്ടൻ കയറുകയാണ്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ്, മീൻസ് മക്കളുടെ കൂടെ ഞങ്ങളിങ്ങനെ കളിച്ച് നമ്മളും അവരുടെ കൂടെ എൻ്റർടൈൻ ചെയ്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിലൊക്കെ കയറി കളിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അവരുടെ കൂടെ ഇൻവോൾവ് ചെയ്യുക, നമുക്കതല്ലേ നമ്മൾ കുട്ടികൾ എന്തിനാ നമ്മളുടെ കുട്ടികൾക്ക് മെമ്മറീസ്, നമ്മളുടെ കൂടെ ഉള്ള മെമ്മറീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പേരൻസിൻ്റെ ഒരു കടമ അല്ലേ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കും എന്തുകൊണ്ട് ജോബിന് പോവാതെ മക്കളെ നോക്കുന്നു എന്ന്. ഒരിക്കലും അവർക്ക് ഒരു ഏകദേശം ഒരു 6 വയസ്സ് വരെ നമ്മളുടെ ആവശ്യം കുട്ടികൾക്കുണ്ട്. അപ്പം അവരെ ഞാൻ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ഫീല് ഒന്നും അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ജോബിന് പോയില്ലെങ്കിലും എൻ്റെ മക്കളെ എനിക്ക് നന്നായിട്ട് നോക്കണം, ഞാൻ സ്വന്തമായിട്ട് നോക്കണം. അതുപോലെ തന്നെ എനിക്ക് വേറൊരാൾ മക്കളെ നോക്കിക്കഴിയുമ്പം അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അത് അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിനാണേലും അവരെ ക്ലീൻ ആക്കുന്നതാണേലും അവരെ എല്ലാ കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു മദറാണ്. അതിപ്പോൾ സെൽഫിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. ഇതാകട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഓടി കുറേ ഇങ്ങനെ കളിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഷാനോട് എൻ്റെ പുറയിൽ ഓടി വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ഓടി വന്നു. ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷാൻ പറയാം, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ക്യാമറയും പിടിച്ച് പിന്നെ ടയേർഡാവും നമ്മളിങ്ങനെ ഓടി ഇങ്ങനെ മേളിലൊക്കെ കയറുമ്പോൾ. അപ്പം ഷാനാണെങ്കിൽ അയ്യോ നിർത്ത് സ്റ്റോപ്പ് ഇനി എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഇതാ അപ്പോഴത്തേന് ഷാൻ ടയേർഡായി. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടി ഇങ്ങനെ ഓടി വരുന്ന വീഡിയോ ഒക്കെയാണ്. കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സ്ലൈഡിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഓടി വരികയാണ്. അപ്പം ആടൻകുട്ടനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടു കിട്ടും. ക്യാമറമാനാണ്. അപ്പം ആദ്യമായിട്ട് സ്ലൈഡിൽ കൂടെ നിരങ്ങി ക്യാമറമാൻ പോകുന്നു, ക്യാമറമാൻ ക്യാമറ തിരിക്കുന്നു, നമ്മളുടെ വീഡിയോ എടുക്കുന്നു. വാവ്, ഞങ്ങൾ കണ്ട് വന്ന് ഇടിച്ചങ്ങ് വീണു. ബട്ട് സ്റ്റിൽ നമ്മൾ എൻജോയ് ചെയ്യാണ്. അവരുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളുടെ ഏജും കുറച്ച് കുറയുന്ന പോലെ. ഞാൻ എസ്ര മോളെ എങ്ങനെയാണ് കയറുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒരിടത്ത് പോയി ഇരുന്നാലാണെങ്കിൽ തന്നെ ഇവർ വന്ന് ഓടി വന്നിട്ട് വിളിക്കുമ്പോൾ നമുക്ക് കളിക്കാം എന്നൊക്കെ.
അപ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മളോട് അത്രയും ഫ്രീഡവും നമ്മൾ ആ ഒരു സ്പേസും കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. പിന്നെയും നമ്മൾ ഓടി പല ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷേ ക്യാമറമാൻ എത്തുന്നില്ല, ക്യാമറമാന് അത്രയും പറ്റുന്നില്ല. പിന്നെ കൊച്ചിനെ കൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതിലൊക്കെ ഓടിക്കയറും മോൻ്റെ കൂടെ. പക്ഷെങ്കിൽ മോളെ കൊണ്ട് മോക്കപ്പോഴത്തേന് വിഷമാവും. അതുകൊണ്ടാണ് നമ്മൾ ഓടി എല്ലാത്തിലും പെട്ടെന്ന് കയറാത്ത. പിന്നെ അതാണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാൻ, ഇതൊരു ഹൗസ് പോലെ, ഇത് ഇങ്ങനെ പൊങ്ങി ഓരോരോ ലെവലിലേക്ക് നമുക്ക് മേളിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഇതാ കേട്ടോ, അവരിവിടെ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ വീഴുവോ അങ്ങനത്തെ വീണ് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ നല്ല കുഷ്യൻ ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടോ. അപ്പം മോളെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഷാൻ. താണ്ട് അവൾ വിചാരിച്ചു ഇത് ട്രംബോളീനാണ്, ഇങ്ങനെ ജമ്പ് ചെയ്ത് നോക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ ക്യാമറമാൻ വീണ്ടും പോവുകയാണ്. വീണ്ടും സ്ലൈഡിൽ കൂടെ ക്യാമറമാൻ നേരങ്ങി പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ക്യാമറമാൻ ഷൂ എന്ന് പറഞ്ഞ് താഴെ എത്തി. അടുത്തതാ വീഡിയോ എടുക്കുകയാണ്. ആടൻകുട്ടൻ എൻ്റെ കൂടെ ചാടി വന്നു. ഞാൻ അവനോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ. ഷാൻ എത്തി. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും അവിടെ നോക്കിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അത് കളിച്ച് കഴിയുമ്പോൾ നമ്മൾ ടയേർഡാവും. ഇടയ്ക്കിടയ്ക്ക് മേളിൽ പോകുന്നു, പിന്നെ താഴെ വരുന്നു, ക്ലൈംബ് ചെയ്ത് വേണം അതിൻ്റെ മേളിൽ കയറാൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാറിലൊക്കെ ഫണ്ണായിട്ടിരുന്നു. നമുക്ക് ആദ്യമേ ഈ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു. പിന്നെ ഓക്കെ ആയി. അങ്ങനെ കാറിലെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പുറത്തെ കുട്ടിയൊക്കെ വന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി പുള്ളിക്കാരെ ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ കാർ ഓടിക്കുകയാണ്. അപ്പോൾ കാർ സ്റ്റോപ്പായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എങ്ങനെയോ ആടൻകുട്ടൻ അതുവഴി ഓടിപ്പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ അവനെയും പിടിച്ചിരുത്തി. പക്ഷെ അവൻ അത്ര എൻ്റർടൈനിങ് അല്ല. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങുന്ന കുഞ്ഞു പിള്ളേരുടെ അല്ലേ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവർക്കും ഇങ്ങനെ കളിക്കാനൊക്കെ താല്പര്യമാണ്. പിന്നെ ഷൂ ഒക്കെ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുക്കുമെന്നൊക്കെ, നമ്മൾ ഷൂ ഇട്ടൊന്നും ഇതിൽ കയറാൻ പാടില്ല. അങ്ങനെ തണുക്കുമെന്നുള്ള ഒരു ടെൻഷനിലാണ് അവരത് കളിക്കാൻ വലിയ ഇത് കാണിക്കാഞ്ഞത്. പിന്നെ കണ്ടോ ഇങ്ങനെ ബലൂൺ പോലെ പല സംഭവങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പിള്ളേരിങ്ങനെ ഓടി വന്നപ്പോൾ എന്നോട് ഷാൻ പറയാണ്, കുഞ്ഞ് അവളെ കാണത്ത് പോലും ഇല്ല, നീങ്ങെടുത്തോണ്ട് ഇറങ്ങ്, പിള്ളേർ വല്ലതും നമ്മളുടെ ദേഹത്ത് വല്ലതും വീണാലോ എന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയായിട്ടുള്ള ഞാൻ ഒട്ടും മോശമല്ല ഇതിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. മോളുടെ കൂടെ ഞാനും ഒരുപാട് കളിച്ചു, എൻജോയ് ചെയ്തു. എനിക്കും ഇഷ്ടമാണ്. നമ്മളുടെ കുഞ്ഞു മനസ്സ് നമ്മളുടെ സ്റ്റിൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതാണ്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഒരു ഇങ്ങനെ കുഞ്ഞു റൂം സെറ്റപ്പ് ഒക്കെ കിട്ടും. ഇവിടെ നമുക്കൊന്ന് നേരത്തെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന ദിവസം തന്നെ ആൾക്കാരുടെ ഇതനുസരിച്ചാണ് കേട്ടോ. പക്ഷെ ഒരുപാട് റൂമുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് റൂമിൻ്റെ പുറത്തുള്ള വ്യൂവും അങ്ങനെയൊക്കെയാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുൾ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഓരോ റൂമും ഓരോ തീമാണ് കേട്ടോ. അങ്ങനെ അവർ പെയിൻറ്റ് ചെയ്തൊക്കെ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തിരിക്കേണ്ടവർക്ക് പുറത്തിരിക്കാം. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പുറത്ത്, കാരണം പിള്ളേരെ എല്ലാവരെയും ഒന്ന് കാണണം. പിന്നെ മോൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചനും അമ്മച്ചിയും അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അവരും പോയി കുറേയൊക്കെ അല്ലാത്ത ഇങ്ങനത്തെയൊക്കെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്ത പിങ്ക് ലേഡീസിന് പിങ്ക് ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദയസ്രയ്ക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ആയി, അതിൻ്റെ സ്വിച്ചൊക്കെ ഓണാക്കാനൊക്കെ അറിയാം. ആദ്യമേ വന്നു കഴിഞ്ഞപ്പം നമുക്ക് മോക്ക് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ കുറച്ച് ബൈക്കൊക്കെ ഓടിച്ച് നോക്കുകയാണ്. പിള്ളേർക്ക് അങ്ങനെ ഓരോരോ ഇങ്ങനെ ബൈക്കിനോട് ഇൻട്രസ്റ്റ് ആവും, പിന്നെ കാറിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലോ മെഷീനിൽ പോയിട്ട് ആടൻകുട്ടന് കുറേ ഗിഫ്റ്റുകൾ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പമ്പരം പോലെ സാധനം, അങ്ങനത്തെ സാധനം കിട്ടി. പിന്നെ കുറേ സ്പൈഡർമാന്, അതൊക്കെ ഇങ്ങനെ അവിടെ വെച്ച് അവനൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫുഡ് അങ്ങോട്ട് ഷെയർ ചെയ്യും, നമ്മളുടെ ഫുഡ് ഇങ്ങോട്ട് ഇവൻ അങ്ങോട്ട് എടുത്തോണ്ട് പോകും. പക്ഷെ അവർ നമ്മളുടെ കൂടെ വന്നിരുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവന് കിട്ടുന്ന ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കും. പിന്നെ അവരുടെ പപ്പേനെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ അവർ പൈസ ഇട്ട് കോയിൻ ഇട്ടിട്ട് പിന്നെ എടുക്കും. പിന്നെ അവൻ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ അവനും നല്ലൊരു ഫ്രണ്ടിനെയൊക്കെ അവിടെ വെച്ച് കണ്ടുമുട്ടി നമ്മൾ. അങ്ങനെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. പിന്നെ നമ്മൾ മലയാളി ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ പോകുമ്പം നമ്മളുടെ കൾച്ചർ പഠിക്കില്ലല്ലോ. അപ്പം നമ്മൾ പല കുട്ടികളെയും പല കൾച്ചറിലുള്ള ആൾക്കാരെയും കാണുമ്പം നമ്മൾ പല കൾച്ചർ പഠിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണ് എനിക്ക് പിള്ളേരുടെ കൂടുതലായിട്ടും ഞാൻ ഇത് ചെയ്യാറ്. ഇപ്പം സ്വിമ്മിങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ച് കുട്ടികളെ പരിചയപ്പെടും, എന്നിട്ട് അവരുടെ കൂടെ കളിക്കും.
അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോരുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പം എന്താണ് പിന്നെ ഞങ്ങൾ ഹൗസിലേക്ക് വന്നേക്കാണ്. കാർ ഡ്രൈവും ഇത് ബൈക്ക് റൈഡും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ഓടി ഓടി കളിച്ചിട്ട് എസ്ര മോള് കുറച്ച് ടയേർഡായി. അപ്പം കുറച്ച് നേരം കിടന്നു. പിന്നെ അപ്പനും മോളും കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. പിന്നെ ഇതൊക്കെ പുഷ് ചെയ്ത് നോക്കുക, ഇതൊക്കെ വർക്കാവുന്നതാണോ എന്ന്. എന്നിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട്. ഷാൻ ഇങ്ങനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. എന്നെക്കാളും ഇഷ്ടം ഷാനാണ്. നമ്മൾ മാത്രമല്ല, കുറേ പാരൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ. നമ്മളുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ പാരൻസ് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ പൊതുവേ കാണാറില്ല. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ പാരൻസൊക്കെ എല്ലാവരും കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കുകയും അവരെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഷാൻ ഇങ്ങനെ മോളെ ഇങ്ങനെ പല ഇതിൽ കൂടി ഇങ്ങനെ കയറ്റി വിടുകയാണ്. അപ്പോൾ അവളിങ്ങനെ ഓടി ഓടി നടക്കുന്നതും ഷാനും അവളും കൂടെ ഒക്കെ ഇങ്ങനെ ഓടുന്നതൊക്കെയാണ് ഞാൻ ക്ലിപ്പിൽ ആഡ് ചെയ്തേക്കുന്നത്. ആ ഒരു മോൾ അവിടെ ഇരുന്ന് എസ്രേനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കണ്ടില്ലേ, ഓരോ പാരൻസ് വേറെ കുട്ടികളുടെ പാരൻസ് ഉണ്ട് അവിടെ. പിന്നെ മോളതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പനും മോളും കൂടെ അവിടെ ഉമ്മ കൊടുക്കുന്നു, പിന്നെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ വേറൊരു മോള് കണ്ടോ ജിംനാസ്റ്റിക് ഒക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ അവർക്കൊരു ഫുൾ ഡേ ഫൺ മൂമെൻ്റ് ആണ്. ആടൻകുട്ടൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളെ തപ്പി അവൻ എവിടെയാണെന്ന് വെച്ചാലും അവൻ വന്നോളും നമ്മളെ കാണണമെന്ന് തോന്നുന്ന സമയത്ത്. അങ്ങനെ കുറച്ച് നേരം ചേട്ടനും അനിയത്തിയും കൂടെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഇച്ചിരി നേരം കാണാതിരുന്നതിൻ്റെ മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ അടുത്ത ഈ മോളുടെ കുറച്ച് വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ അവിടെ ജിംനാസ്റ്റിക്കും അല്ലാത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊരു ഫുൾ ഡേ പാക്കിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻ ചെയ്യാനൊരു സ്ഥലം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എസ്ര മോൾ അതൊക്കെ നോക്കുകയാണ്. പിന്നെ ഓടിപ്പോയി ആ ചേച്ചിമാരുടെ കൂടെ അങ്ങിരുന്നു. എന്നിട്ട് അവളുടെ ഉടുപ്പൊക്കെ പൊക്കി കാണിക്കുക, അവളുടെ ഉടുപ്പ് നല്ലതാണോ, പിന്നെ മുടിയിലൊക്കെ പിടിച്ച് കാണിക്കുന്നുണ്ട് അത് നല്ലതാണോ എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി, എന്താണ് ഈ കൊച്ചി ഓടി വന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുകയാണ് എസ്ര ബേബി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സ്ലൈഡിലേക്ക് കണ്ണുടക്കി. അങ്ങനെ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പം ഒരു മോളാണെങ്കിൽ എസ്രയുടെ കൂട്ടുകാരൻ ഇരിക്കുന്ന ഒരു മോളാണ് കേട്ടോ, നല്ല മോള്. എന്നിട്ട് ഓടി വന്നിട്ട് എസ്രേനെ പിടിച്ചിങ്ങനെ അവളുടെ കൂടെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച് പൊക്കി കയറ്റുകയാണ്. എന്നിട്ട് അത് കാണാനും നല്ല ഭംഗിയായിരുന്നു. ഷാൻ പിടിച്ചു വെച്ചേക്കും എസ്ര അവളുടെ കൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവർ സ്ലൈഡിലേക്ക് കയറി. എസ്ര അടുത്ത സ്ലൈഡിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം സ്ലൈഡിൽ കൂടെ താഴെ വന്നു. എന്നിട്ട് ഞാൻ അവരുടെ വീഡിയോ എടുക്കുകയാണ്. ആടൻകുട്ടനും ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സ്ലൈഡ് ചെയ്ത് വന്നാണ്. ഷാനെ സംബന്ധിച്ച് ഷാന് അത്ര ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കാൻ പറ്റും. ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു സ്ലൈഡിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം എസ്ര ബേബി ഇങ്ങനെ തന്നെ കയറി ഇത് ചെയ്യാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓടി ഓടി കയറുന്നുണ്ട്. ചിലവർ തെന്നി വീഴും, നമ്മളെയും കൂടെ തള്ളിയിടും. എത്ര തവണ എൻ്റെ ക്യാമറയും കൊണ്ട് പിള്ളേർ പോയെന്നറിയാം. തെന്നി നമ്മൾ ക്യാമറയോട് കൂടി വീണിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാർ ഓടിക്കുന്നു. പിന്നെ ഷാനും എസ്രയും കൂടെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിള്ളേർ കാർ ഓടിച്ച് പോകുന്നത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റും. പക്ഷേ അത് കൂടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം ആടൻകുട്ടൻ്റെയൊക്കെ ഇങ്ങനെ കുറച്ച് സ്റ്റണ്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പതുക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ പമ്പരാണ് കേട്ടോ ആടൻകുട്ടൻ്റെ ക്ലോ മെഷീൻ്റെ അകത്തുനിന്ന്. ഇതിലത്തെ കുറേ കിട്ടിയിട്ടുണ്ട്, ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. 2 മറ്റേ അവൻ്റെ ഫ്രണ്ടിന് കൊടുത്തു, 2 അവനെടുത്തു. അപ്പച്ചനും അമ്മച്ചിയും മോളെ കൊണ്ട് എവിടെയോ പോയിട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ കുഞ്ഞായിട്ടൊക്കെ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പതുക്കെ പാക്ക് ചെയ്യുവാണ്. അങ്ങനെ എസ്ര ബേബിയുടെ ജാക്കറ്റൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ ഓടി വന്ന് കൊച്ചുമോനും ഉമ്മയൊക്കെ കൊടുത്ത്. ആടൻകുട്ടനെ കാണാൻ കിട്ടുന്നില്ലല്ലോ, ഫുൾ ഡേ അവനെ കാണുവാനില്ലായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വരും, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും, പിന്നെ അവനെ കാണാറില്ല. അങ്ങനെ ഇങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് പുറത്ത് പോകുന്നത് വിൻ്ററിലൊരു ചടങ്ങാണ്. ഷൂ ഇടിപ്പിച്ച് കൊടുക്കണം, ഇതെല്ലാം ഇടിയിപ്പിക്കണം. 2 പേരെയും നമ്മൾ സെറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം ആടൻകുട്ടൻ ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇവരെ 2 പേരെയും ഇതൊക്കെ ഇടിയിപ്പിച്ച് നമ്മളും ഇട്ട്
ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടയേർഡാവും. അങ്ങനെ ആടൻകുട്ടൻ്റെ ജാക്കറ്റും പുള്ളോവറും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഊരിയിട്ടേക്കാണ്. പിന്നെ ജാക്കറ്റും കൊണ്ട് അപ്പച്ചൻ പുറകെ നടക്കുന്നുണ്ട്. ഇട്ടോ നമുക്ക് പതുക്കെ പോകാം, ഒരുപാട് സമയമായി. ഇപ്പോൾ ഏകദേശം ഒരു 5 o'clock 5:30 ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അമ്മച്ചിയും ഞാനും കൂടെ വെള്ളവും ബോട്ടിലും ഒക്കെ എടുത്ത് അവർക്ക് വേണ്ടി ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ തിരിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോഴത്തേന് ഇതാ ഓരോരുത്തർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. പിള്ളേരുടെ കാര്യമില്ലേ, അവർ ഡ്രസ്സ് ഇട്ടു നമ്മൾ പോകാൻ റെഡി ആയെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ സ്റ്റിൽ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ DJI ക്യാമറയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ക്യാമറയുടെ ബാക്കി എല്ലാ സെറ്റപ്പും മൈക്കും ഒക്കെ ഞാൻ കൊണ്ടുവരും. എപ്പോഴും എല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ മോള് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു വാട്ടർ ട്രക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അതിലൊക്കെ ഇങ്ങനെ കയറി ഇരുന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ കയ്യിലെ ചിപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിൻഡർ ലാൻഡിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അപ്പം ഓടി വന്ന് അപ്പച്ചനെടുക്കുന്നു. അപ്പച്ചൻ്റെ ബാഗ് അമ്മച്ചിയുടെ ആയി കൊടുത്തിട്ട് കൊച്ചുമോളെ അപ്പച്ചനെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ദാണ്ട് ഇവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പം ഇന്നത്തെ കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. അവർക്കൊരു ഫൺ ഡേ ആയിരുന്നു കുട്ടികൾക്ക്. ഇവിടെ നിന്നാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം കിട്ടിയത്. മോളാണ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഭയങ്കര സിക്കായി. ഇതാണ് ആടൻകുട്ടൻ്റെ പമ്പരം. ബും എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. മേളിൽ നിന്ന് വിട്ട് അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് വന്ന് അവൻ ക്യാച്ച് ചെയ്തതിൻ്റെ എക്സൈറ്റേഷനാണ്. അപ്പം നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളുടെ കുപ്ര ഫോർമെൻറ്റർ എന്നാണ് നമ്മളുടെ കാറിൻ്റെ പേര് കേട്ടോ. അപ്പം അപ്പച്ചന് ഈ കാർ ഓടിച്ച് നോക്കിയിട്ടില്ല. അപ്പം അപ്പച്ചന് ഈ കാർ ഓടിച്ച് നോക്കുകയാണ്. ആദ്യമേ ഇവർക്ക് നെക്സ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് Audi Q5 ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് വർഷം പഴക്കമായതുകൊണ്ട് നമ്മളത് കൊടുത്തിട്ട് പുതിയത് ഈ കുപ്ര ഫോർമെൻറ്റോർ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 310 PS ആണ്. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഈ കാർ ഓടിച്ച് നോക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് കാറാണ് വാങ്ങാറ്. കാരണം എനിക്ക് കംഫർട്ടബിളും പിന്നെ ഓട്ടോമാറ്റിക്കാണ് ഞങ്ങൾ പൊതുവേ വാങ്ങലും. മാനുവൽ അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ അപ്പച്ചൻ കാറൊക്കെ ഓടിച്ച് ഫണ്ണാക്കി നോക്കുകയാണ്. അപ്പം അപ്പച്ചൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാം. അപ്പം ഇത് കേട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഓക്കെ, സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ, ഒരു പ്രാടുമില്ല. പിന്നെ ഗിയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊന്നും പേടിക്കണ്ട. ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. പിന്നെ 310 ഹോഴ്സ് പവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ശക്തിയിലാണ് വണ്ടി. ആ ആക്സിലേറ്റർ കാലിൽ വെക്കുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര സ്പീഡിൽ നീങ്ങും. നല്ല സ്മൂത്ത് വണ്ടിയാണ്, കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഓടിച്ചത്, അതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പെട്ടെന്ന് ഒരു അവർ കൊണ്ട് നേരെയാവും. പക്ഷെ ഇവിടുത്തെ റോഡിൽ ഇറക്കാൻ പറ്റില്ല. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ വണ്ടി കാണുമ്പോൾ ഇടത്തോട്ട് തിരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് റോഡിലിറക്കാൻ പേടിയാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഇതായി. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.